റൊസാരിയോ മിത്താലെ 2025 ഒക്ടോബർ 21. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ ഒന്നും പുതിയ ദൈവിക രക്ഷാകര വെളിപാടുകളല്ല, മറിച്ച് മാനസാന്തരത്തിലേക്കും പ്രാർത്ഥനാ ജീവിതത്തിലേക്കും പ്രായശ്ചിത്തത്തിലേക്കും പ്രത്യാശയിലേക്കും മടങ്ങി വരാനുള്ള ഓർമ്മപ്പെടുത്തലുകളോ അടിയന്തരമായ ആഹ്വാനങ്ങളോ ആണ്. വിശദമായി പറഞ്ഞാൽ, സഭയുടെ ആധികാരിക പ്രബോധനമനുസരിച്ച് പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾക്ക് നിരവധി കാരണങ്ങളുണ്ട്. 1. നമ്മെ മാനസാന്തരത്തിലേക്കും പ്രാർത്ഥനയിലേക്കും നയിക്കാൻ. ഈ കാരണം കൂടുതൽ വെളിവാക്കിക്കൊണ്ട് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയുന്നത്, പരിശുദ്ധ അമ്മ കരുണയിലും കൃപയിലും ശക്തിയിലും തന്നെ സ്വയം വെളിപ്പെടുത്തി പ്രത്യക്ഷീകരണത്തിലൂടെ രക്ഷയുടെ പാതയിൽ നിന്ന് വഴിതെറ്റിപ്പോയ പാപികളെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്നു. ലൂർദിലും ഫാത്തിമയിലും പരിശുദ്ധ അമ്മ ഈ സന്ദേശമാണ് നൽകുന്നത്. 2. വിനാശകാലങ്ങളെക്കുറിച്ചും കഷ്ടകാലത്തെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പ് നൽകാൻ. യുദ്ധങ്ങൾ, വിശ്വാസനഷ്ടം, ധാർമ്മിക തകർച്ച തുടങ്ങിയ അവസരങ്ങളിൽ വിശ്വാസികളെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകുന്നു. 3. വിശ്വാസക്ഷയം സംഭവിച്ച ഇടങ്ങളിൽ ദൈവമക്കളെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ. ഈ സത്യം വെളിവാക്കിക്കൊണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ 1982 മെയ് 13 നൽകിയ സന്ദേശത്തിൽ പറയുന്നു, സുവിശേഷത്തിൽ എന്നതുപോലെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ഒരു ആഹ്വാനമാണ് ഫാത്തിമ സന്ദേശമെന്ന്. സംക്ഷിപ്തമായി ചിന്തിച്ചാൽ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ നമ്മെ മാനസാന്തരത്തിലേക്കും പ്രാർത്ഥനാ ജീവിതത്തിലേക്കും നയിക്കാനും പാപത്തിൻ്റെ നാശദൂഷ്യഫലത്തെക്കുറിച്ച് അവബോധമുളവാക്കാനും മാതൃസഹജമായ കരുതലോടും ശ്രദ്ധയോടും കൂടെ നമ്മെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കാനും വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാം. ഈ സത്യങ്ങൾ സ്വീകരിച്ച് വളരാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങളെ നിൻ്റെ സുതൻ്റേതായി കാത്തുകൊള്ളണമേ. ആവേ മരിയ.